ഓക്കെ, കുഞ്ഞുമോക്ക് ചില സമയത്ത് വിഷമം ഉണ്ടാവാം. എനിക്ക് ഞാനത് കെയർ ചെയ്തില്ല. ഇപ്പൊ ഞങ്ങള് ഡിവോഴ്സ് ആയിരുന്ന പല ആൾക്കാരും യൂട്യൂബിൽ കഥ അടിച്ചിറക്കുന്നുണ്ട്. എനിക്ക് തോക്കാൻ അറിയാം. ഐ ഡോണ്ട് ഫിയർ ഫെയിലിയർ. യെസ്, 75-ൽ പരം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോ 100ാമത്തെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓ മൈ ഗോഡ്, റെക്കോർഡ്. മൈ ഗോഡ്, 100+ ബുക്സ് അല്ലേ? എവിടെ നിന്നാണ് ഇതിനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത്? ലൈക്ക് where do you take the inspiration from? ഇപ്പൊ ഞാൻ കുഞ്ഞിനോട് സംസാരിച്ചു. യു ആർ എ ക്യാരക്ടർ. ആയിക്കൂടെ? നാളെ എനിക്ക് ഫാഷൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളുടെ കഥ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞിനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഒരുപാട് ഒബ്സർവ് ചെയ്യും. അപ്പം ചുറ്റിനുള്ളതെല്ലാം എല്ലാം നമ്മൾ കാണുകയല്ലേ, എല്ലാം കേൾക്കുകയല്ലേ. അതെ. Are you not listening everything? Are you not seeing everything? But I've heard, like, everybody hears, but only a few listens, right? Apam, you have to be a listener. You have to be very observant to be able to write. ഇങ്ങനെ എഴുതാനും ഇങ്ങനെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എല്ലാ ഇന്റർവ്യൂസിലും പറയാറുള്ളത്, ക്ലീഷേ ആണെന്ന് പറയാം, ബോറടിക്കുന്നു പറയാം, ഇറ്റ്സ് ഫൈൻ. എന്നാലും ഞാൻ പറയുന്നു, ഒരു ദിവസം 15 മിനിറ്റ് നമുക്ക് ഒരു പേജ് എഴുതാൻ യൂസ് ചെയ്യാം. 15 മിനിറ്റിൽ ഒരു പേജ് എഴുതാം. അതിൽ എന്ത് എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലേസും പേർപ്പസും പ്ലോട്ടും ഒരു പേഴ്സണുമുള്ള ഒരു ചെറിയ കഥ, അന്ന് ഞാൻ അനുഭവിച്ച, അന്ന് ഞാൻ കണ്ട ഒരു എക്സ്പീരിയൻസ്, അതിന് കഥ രൂപത്തിൽ ഞാൻ എഴുതി. ഇത് എല്ലാ ദിവസവും 15 മിനിറ്റ് ഇല്ലാത്തതാരുമില്ല. എല്ലാ ദിവസവും ഞാൻ ഒരു പേജ് വെച്ച് എഴുതി കഴിഞ്ഞാൽ ഒരു വർഷം 365 പേജ്, 90 പേജ് ഒരു ബുക്ക്, ഒരു വർഷം 4 ബുക്ക് എഴുതാം. ശരിയാണ്. സോ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 20 and 60 ഒരാൾക്ക് മിനിമം 160 പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കും. ആ 15 മിനിറ്റ് ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു വർഷം 365 കഥയുണ്ടാവും. ഈ 365 കഥ അതിനെ നാടകമാക്കണോ ആക്കാം, സിനിമയാക്കണം ആക്കാം, വലിച്ചു നീട്ടാം, ചുരുക്കാം, എന്ത് വേണേ ചെയ്യാം. മൈക്രോ ടെയിൽ എഴുതണം. അപ്പൊ ഈ എനിക്ക് രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് കിട്ടുന്ന ബുക്കിന്റെ മെയിൻ തീം വാസ്, ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോയപ്പോഴും ആൾക്കാർ ചോദിച്ചു പ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ചു. ബിക്കോസ് അതിനകത്ത് നോവലുണ്ട്, ഷോർട്ട് സ്റ്റോറി ഉണ്ട്, മൈക്രോ ടെയിൽ ഉണ്ട്, ഓപ്റ്ററ്റ്സ് ഉണ്ട്, ഹൈക്കു ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, എപ്പിസ്റ്റോളറി ഉണ്ട്, റെയിൻബോ ഓഫ് ലിറ്ററേച്ചർ, 7 തരം റൈറ്റിംഗ്, അതിനകത്ത് പോയിട്രി ടു പ്രോസ് ടു എപ്പിസ്റ്റോളറി, എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പൊ ആ ബുക്ക് ഞാൻ എഴുതാനുള്ള റീസൺ, ഒരാളും പോയറ്റ് അല്ല, ഓഥർ അല്ല, റൈറ്റർ അല്ല, ഒന്നുമല്ല. അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്രൊവൈഡഡ് ഹി പുട്സ് ഹിസ് ഹാർട്ട് വിത്ത്. 15 മിനിറ്റ് ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, വൈ നോട്ട് ഐ സ്പെൻഡ് 1 hour? ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സമയം, ഇതിനൊക്കെ എവിടെ നിന്നാ സമയം കിട്ടുന്നതെന്ന് ചോദിക്കുന്നത് ഞാൻ പല പ്രാവശ്യം ആൻസർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ വുഡ് ലൈക്ക് ടു റീഇറ്ററേറ്റ് ദ സെയിം തിങ്. ഞാൻ 4 മണിക്കൂർ ഉറങ്ങും. 4 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ. 4 മണിക്കൂർ ധാരാളമാണ്. അപ്പൊ ഈ 4 മണിക്കൂർ ഉറങ്ങിയ എനിക്ക് ബാക്കി ഈ 24 മണിക്കൂറിൽ ബാക്കിയുള്ളവരെക്കാളും 4 മണിക്കൂർ എക്സ്ട്രാ കിട്ടി. തീർച്ചയായിട്ടും 6 ദിവസമായപ്പോൾ ഒരു എക്സ്ട്രാ ദിവസമായി ഇല്ലേ? 52 ആഴ്ചയിൽ എനിക്ക് ഒരു വർഷത്തിൽ 52 ദിവസം നിങ്ങളെക്കാൾ കൂടുതലുണ്ട്. which means I live 2 months extra. wow. അപ്പൊ എന്റെ വർഷത്തിൽ 14 മാസങ്ങൾ. ശരിയാ, അതെ. അപ്പൊ ഞാനൊരു 10 വർഷം എന്ന് പറയുമ്പോൾ 20 മാസം ഞാൻ കൂടുതൽ ജീവിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 2 years. 12 വർഷം 2 വർഷം എക്സ്ട്രാ. അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഞാൻ എപ്പോഴും തമാശക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ദുബായിൽ ഉണ്ടായിരുന്നപ്പോ അവിടെ ഓണം മുതൽ ക്രിസ്മസ് വരെ ഓണമാണ്. അപ്പൊ എല്ലാ ആഴ്ചയും ഒരു ഓണം. നമ്മുടെ നാട്ടിൽ ഏജ് പറയുന്നത് ഓണമുണ്ട്, നിന്നെക്കാളും ഞാൻ ഒരു ഓണം ഞാൻ 10-20 ഓണം നരച്ചുപോയി. അതാണല്ലേ. ദുബായിലാണെങ്കിൽ വേഗം ഏജ് ആയപ്പോ പിന്നെ ഇനിയും പ്രായം ഭാഗ്യം കേരളത്തിലായത് ഞാൻ. സ്പീക്കിംഗ് ഓഫ് ദുബായില് RJ ആയിരുന്നു. ഇപ്പതാ മലയാളത്തില് വൺ ഓഫ് ദ ലീഡിങ് സീരിയൽസിൽ വെരി പ്രോമിനന്റ് റോൾ ചെയ്യുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല വർക്ക്സ് ഓൺ യുവർ വേ. ബട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ഇൻ ലൈഫ് എന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മേ ബി an event, an occasion, a day, could be anything. എന്തായിരിക്കും ആ ടേണിംഗ് പോയിന്റ്? Every day is a turning point for me because life changes without letting you know. Yes. Life എന്നും ഒരു സർപ്രൈസ് ആണ്. അതെ. ഇപ്പോ ഇന്നലെ വരെ ഇന്റർവ്യൂവർ അല്ലാത്ത ഹർഷകുഞ്ഞ് ഇന്ന് ഇന്റർവ്യൂവർ ആയി. യെസ്. ഇല്ലേ? ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇത് കണ്ടിട്ട് ഒരാൾ പറയാ, ആ കുഞ്ഞ് നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ. Is that not a turning point? True. Yes. അപ്പൊ അതുപോലെ did I know that I'm going to be interviewed today? ഇന്ന് രാവിലെ വരെ എനിക്ക് അറിയില്ല ഇന്ന് ഇന്റർവ്യൂ ഉണ്ടെന്ന്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഷോർട്ടിലുള്ള ഇടയ്ക്കുള്ള ടൈമിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ
I am able to tell something which is useful for my listeners. യെസ്. Every day is a turning point. ആൻഡ് ഹൂ നോസ് ഈ ഒരു ഇന്റർവ്യൂ ചിലപ്പം അറിയാണ്ട് ഒരാൾ കണ്ടിട്ട് മേ ബി ദ സ്ക്രോളിംഗ് ത്രൂ സംതിങ് അത് കണ്ടിട്ട് അവർ ചിലപ്പോൾ താങ്കൾ പറയുന്ന ഒരു മെസ്സേജ് അവരുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയേക്കാം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 വരി ഇംഗ്ലീഷിൽ കവിതയായിട്ടും 4 വരി തമിഴിൽ കവിതയായിട്ടും 4 വരി ഹിന്ദിയിൽ കവിതയായിട്ടും എഴുതാറുണ്ട്. എവറി ഡേ. ഓക്കെ. ഐ ബീൻ ഡൂയിങ് ദിസ് സിൻസ് 2015. വാവ്. അപ്പോൾ 10 വർഷമാകുമ്പോൾ 3650 കവിതകൾ ഇംഗ്ലീഷിലും 3650 കവിതകൾ തമിഴിലും 3650 കവിതകൾ ഹിന്ദിയിലുമുണ്ട്. സോ 30 ബുക്കിന്റെ കണ്ടന്റ് ആയി. യെസ്. ഇല്ലേ? അപ്പോൾ ഈ 30 ബുക്കിന്റെ കണ്ടന്റ് ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒരു ദിവസം ഞാൻ അയക്കുന്നത് ഇറ്റ് റീച്ചസ് ടു അബൌട്ട് 3500 പീപ്പിൾ എവറി ഡേ. ഈ 3500 ആൾക്കാരിൽ ആർക്കോ ഒരാൾക്ക് മാത്രമേ ഇത് എഫക്റ്റ് ചെയ്യുള്ളൂ. അതെ. അത് ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാവർക്കും അയക്കുന്നത്. അതെ. സോ അതേപോലെ ഈ കാണുന്ന ആൾക്കാരിൽ ആർക്കാണ് ഉപയോഗപ്രദമാവാൻ പോകുന്നത് എനിക്കറിയില്ല. ഇല്ല. പക്ഷെ ഉപയോഗപ്രദം ആകുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ ഒരംശം എൻ്റെ ലൈഫിനെ നന്മയാക്കുന്നുള്ളത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ലൈഫ് ഹാപ്പി ആയിരിക്കുന്നത്. കൗണ്ടിങ് ഓൾ ദ ബ്ലെസ്സിങ്സ് അല്ലേ? എവിടെ നിന്നൊക്കെയോ വരുന്ന ബ്ലെസ്സിങ്സ്, അറിഞ്ഞോ അറിയാതെയോ വരുന്ന ബ്ലെസ്സിങ്സ്. യു നെവർ നോ. യെസ്, യു നെവർ നോ. അപ്പോൾ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എവറി ടിക്കിംഗ് മൊമെന്റ് ഇസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ലൈഫ്. യെസ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മൊമെന്റിനെയും എൻജോയ് ചെയ്യാൻ പറ്റും, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. യെസ്. ഇപ്പോൾ ടേണിംഗ് പോയിന്റ് ഏതോ ഒരു ദിവസം പണ്ടുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കാൻ മാത്രമേ ദിവസങ്ങൾ ഉണ്ടാവൂ. അത്രേ ഉള്ളൂ. Once you realize every moment is a ticking turning point, you know that the excitement of life. നമുക്ക് അടുത്ത മിനിറ്റ് ജീവിക്കാനുള്ള ആ കൊതി വരും. തീർച്ചയായിട്ടും. സ്പീക്കിംഗ് ഓഫ് അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ്സ്, എനിക്ക് ഐ ഓൾവേസ് ലവ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു പീപ്പിൾ. എനിക്ക് ഇഷ്ടമാണ് ഇന്റർവ്യൂ ചെയ്യാനൊക്കെ. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡൺ എൻ ഇന്റർവ്യൂ ഇൻ മൈ ലൈഫ്. ആൻഡ് എൻ്റെ വെരി ഫസ്റ്റ് ഇന്റർവ്യൂ വിച്ച് ഐ എം ഡൂയിങ് റൈറ്റ് നൗ ഹാപ്പൻ ടു ബി വിത്ത് മൈ ഡാഡ്സ് ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. More a brother. More a brother. We have a very personal connection as well. Who knew അല്ലേ ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഇന്റർവ്യൂ ക്രിസ് അങ്കിളുടെ എടുക്കും എന്നുള്ളത്. That's another turning point for me as well. Maybe this could open many doors. അല്ല, അപ്പോൾ അതിൽ ശ്രീന്റെ കാര്യത്തിൽ തന്നെ വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു മജിഷ്യൻ എൻ്റെ ബ്രദറിനെക്കാളും ക്ലോസ് ആവും ഞാൻ അറിഞ്ഞിരുന്നു. എൻ്റെ ഒരു എന്താ പറയാ ചേട്ടന്റെ ഭാര്യ ഒരു ഏടത്തിയായിട്ട് സീമ ഉണ്ടാവും ഞാൻ അറിയില്ല. ഇല്ല. ഇപ്പൊ ഞാൻ കുഞ്ഞിന് ഒരു ആ ഡോള് കൊണ്ട് തരുമ്പോ 3-ാമത്തെ ദിവസം കണ്ട്. അതെ. ഞാൻ ഉണ്ടായി 3-ാമത്തെ ദിവസം എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ടോയ് ആണ് ക്രിസ് അങ്കിൾ തരുന്ന ഒരു ടോയ്. ഐ സ്റ്റിൽ ഹാവ് ഇറ്റ് ബൈ ദ വേ. ആ മൊമെന്റ് ഡു ഐ നോ ദാറ്റ് ആഫ്റ്റർ 21 years I will touch that toy again and give it to you again. Life is full of turning points. Yes. ഏറ്റവും രസകരമായിട്ടുള്ള മൊമെന്റ് ആണ് ലൈഫ്. നമുക്ക് നമ്മൾ പണ്ടൊരിക്കൽ കുഴിയിൽ തെന്നി വീണ്, അതായത് മാങ്ങ പറിക്കാൻ ചെന്നപ്പോൾ കുഴിയിൽ തെന്നി വീണ് എന്നുള്ള ആ ഒരു മൊമെന്റിനെ പിന്നെ ആലോചിക്കുമ്പോൾ നമ്മൾ ചിരിച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും, എടാ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ബെഞ്ചിൽ നിന്ന് തെന്നി താഴെ വീണ് ഓർമ്മ പല്ലൊക്കെ പൊട്ടി അന്ന് കരഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നോക്കി ചിരിക്കാനുള്ള ഹാപ്പി മൊമെന്റ്സ് ആയിട്ട് മാറും. Know that and then you will live forward so happy. Yes, so many turning points, so many good things happening in life. Okay, next is a very interesting question. Personal life il undaittulla controversies engane aanu mentally affect ചെയ്തിട്ടുള്ളത്? We know you are a very strong person, like you said ഒരുപാട് failures life il ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ സ്ട്രോങ് ആക്കി എന്ന് പറഞ്ഞു. പക്ഷേ ഡെഫിനറ്റ്ലി ഒരാൾക്ക് എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും പേഴ്സണൽ ലൈഫിൽ വരുന്ന കോൺട്രവേഴ്സീസ് ഒരു പരിധി കൂടുതൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല. അതെങ്ങനെയാണ് എഫക്ട് ചെയ്യാറുള്ളത് ആൻഡ് ഹൗ ഡു യു മാനേജ് ദാറ്റ്? ശരി, ഞാനൊരു ബ്ലോഗല്ല ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഓക്കെ. അതായത് ശ്രീകണ്ഠേശ്വര അമ്പലം, ഈ അമ്പലത്തിന് മുന്നേ കൂടെ കാറ്, ബൈക്ക്, സ്കൂട്ടർ എല്ലാം പോകുന്നുണ്ട്. അവിടെ പോയ തെരുവ് നായ്ക്കളുണ്ട്. ഈ തെരുവ് നായ്ക്കൾ കാറ് പോകുമ്പോഴും ബൈക്ക് പോകുമ്പോഴും പുറകെ പോയി കുരയ്ക്കുകയും അത് കടിക്കാൻ വേണ്ടിയിട്ട് പുറകെ ചേസൊക്കെ ചെയ്യും. ബെൻസ് കാറിൽ പോകുന്നതോ അല്ലെങ്കിൽ അംബാസഡർ കാറിൽ പോകുന്നതോ മാരുതി കാറിൽ പോകുന്നതോ ഇമ്മെറ്റീരിയൽ ഓഫ് ദാറ്റ് ദേ ആർ ലീസ്റ്റ് ബോതേർഡ് വെദർ ഡോഗ് ഇസ് ബാർക്കിംഗ് ഓർ നോട്ട്. ബൈക്കിൽ പോകുന്ന ആൾക്കാർ കാലിൽ കടിക്കുമെന്ന് പറഞ്ഞ് ഷൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. സൈക്കിളാണ് കുറച്ച് പേടിക്കുന്നുണ്ടാവും. പക്ഷെ ഡസ് ഇറ്റ് റിയലി മാറ്റർ? ഈ പട്ടിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കും? പിന്നെ വീട്ടിൽ പോയി കടിച്ചാൽ യെസ്. കോൺട്രവേഴ്സി ഇൻ ലൈഫ് ഇസ് മോർ ലൈക്ക് ദീസ് ഡോഗ്സ് ബാർക്കിംഗ്. കാറിൽ പോകുന്ന ആള് ഹാപ്പി ആയിട്ട് അങ്ങ് പോകും. അയാൾ അറിയത്ത് പോലും ഇല്ല ശ്രീകണ്ഠേശ്വര അമ്പലത്തിന് മുന്നേ വെച്ചിട്ട് ഇങ്ങനെ ഒരു പട്ടി കുറച്ചു. അപ്പോൾ ഈ തെരുവ് നായ്ക്കൾ കാറിൽ കയറി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണോ കുറച്ച്? അവരതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ബൈക്കിൽ അവർ ഹെൽമെറ്റ് വെച്ച് പുറകെ പോവോ? സൈക്കിളിലെങ്കിലും കയറുമോ?
ഇല്ല. അവർ കുരയ്ക്കുന്നത് വെറുതെയാണ്. അത് അവരുടെ സ്വഭാവമാണ്. കുരയ്ക്കുന്നത് ആ നായ്ക്കളുടെ സ്വഭാവമാണ്. അവർ പട്ടിണി അവിടെ കിടക്കും, അത്രയേ ഉള്ളൂ. അവർക്ക് ഈ കാറിൽ പോകുന്ന ആൾ ചോറോ ബിരിയാണിയോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നില്ല. മേ ബി ആരെങ്കിലും ദൈവം തോന്നി എന്തെങ്കിലും കൊടുത്താലേ. ഈ ബ്ലോഗ് എഴുതിയപ്പം അതിനും ഒരു കമന്റ് വന്നു, പാവം തെരുവ് നായ്ക്കൾ കുറച്ച് ചോറ് വാങ്ങിച്ചു കൊടുക്കണേ. ഇനി ഞാൻ എന്ത് പറയും ഇവരോടൊക്കെ? ഞാൻ എന്ത് പറയാം? അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്നും പറയാനില്ല, കാരണം ഇതൊന്നും പറയാൻ പറ്റില്ല. ഇല്ല. They take pleasure out of insulting somebody. ഒരാളെ ചീത്ത വിളിക്കുന്നു. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു വലിയൊരു വ്യക്തി, let's say മിസ്റ്റർ എക്സ്. ഈ മിസ്റ്റർ എക്സിന്റെ ദേഹത്ത് ഞാൻ ചെരുപ്പെടുത്ത് എറിഞ്ഞാൽ ഞാൻ ഫേമസ് ആവുന്നത് എന്താ? മിസ്റ്റർ എക്സിന് ചെരുപ്പ് എറിഞ്ഞ ആളാണ്. That's a false sense of fame. മിസ്റ്റർ എക്സ് എന്നും മിസ്റ്റർ എക്സ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാൻ ചെരുപ്പ് എറിഞ്ഞപ്പോ മേ ബി മീഡിയയിലെ 4 ദിവസം പറയാം, ഇവനാണ് ചെരുപ്പ് എറിഞ്ഞവൻ, നോക്കൂ ഇവനെ കണ്ടുപിടിക്കും, ഇവനാണ് ചെരുപ്പ് എറിയുന്നവൻ എന്നൊക്കെ പറയും. 4 ദിവസം കഴിയുമ്പോൾ മിസ്റ്റർ എക്സിന്റെ അടുത്ത ന്യൂസ് വരുമ്പോൾ മിസ്റ്റർ എക്സ് കയറിപ്പോയി, ഈ ചെരുപ്പുകാരന്റെ ഓർമ്മ പോലും ഉണ്ടാവില്ല. Does anyone remember who threw a shoe at the US president? അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേ, ഈ കുരയ്ക്കുന്നവരോ ഈ കടിക്കാൻ വരുന്നവരോ ഒക്കെ അവര് വൈകല്യമാണ്, മാനസിക വൈകല്യമാണ്. I hope. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് അസുഖം മാറട്ടെ. ശരിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ ഒരാള് നമ്മളെ ചവിട്ടുമ്പം നമ്മൾ ചീത്ത പറയുമ്പോൾ യു സീ ദർ ബ്ലൈൻഡ്, അന്ധനാണെന്ന് കാണുമ്പോൾ നമ്മൾ വി സ്റ്റോപ്പ് അല്ലേ എന്ന് പറഞ്ഞ പോലെ മനസ്സുകൊണ്ട് വൈകല്യമുള്ള ആൾക്കാരാണ്. അതെ, സഹതാപം തോന്നുന്നല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല. Another interesting thing about you is you do hypnotherapy. അല്ലേ? ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്ക് ഹിപ്നോതെറാപ്പി എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല പല ആൾക്കാർക്കും. ഓക്കെ, അപ്പം ഐ ആം ആസ്കിംഗ് ഫോർ മൈ സെൽഫ് ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ വാച്ചിങ്, എന്താണ് ഹിപ്നോതെറാപ്പി? അത് എങ്ങനെയാണ് ഒരാളെ ഹെൽപ്പ് ചെയ്യുക? തെറപ്പി എന്നാൽ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ചികിത്സാ രീതി, അതാണ് തെറപ്പി. ഹിപ്നോ എന്ന് പറഞ്ഞാൽ ഉറക്കം അല്ലെങ്കിൽ സമ്മോഹനം എന്നുള്ളൊരു ഫേസാണ്. അതായത് നമുക്ക് തുര്യ എന്നൊരു സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ, നമ്മൾ തുര്യ എന്ന് പറയും, അതിനെ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയും. അപ്പൊ ഈ ഒരു ട്രാൻസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹിപ്നോട്ടിക് സ്റ്റേറ്റ്, തുര്യാവസ്ഥ, അതിൽ നമുക്ക് മനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനസ്സിന്റെ ഓരോ കാര്യങ്ങളാണ് ശരീരത്തിൽ നമുക്ക് അസുഖമായിട്ടോ ഉറവുകളായിട്ടോ പ്രശ്നമായിട്ടോ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ആങ്സൈറ്റി, ഡിപ്രഷൻ, അഗ്രഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പെയിൻ, അൺഎക്സ്പ്ലെയിൻഡ് ഷോൾഡർ പെയിൻ, അൺഎക്സ്പ്ലെയിൻഡ് സ്റ്റമക് പെയിൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, കാല്, കൈ, ഇതെല്ലാം വരുന്നത് മനസ്സിന്റെ വൈകല്യം മാത്രമാണ്. കോവിഡ് വന്നപ്പോ കുറേ ആൾക്കാർ മരിച്ചു പോയില്ലല്ലോ, ബിക്കോസ് എല്ലാവർക്കും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഇരുന്നവരാണ്, എല്ലാവരും വീട്ടിൽ പോയി. കുറച്ചുപേര് മാത്രം കോവിഡ് എഫക്ട് ചെയ്ത് മരിച്ചു എന്നല്ലാതെ ബാക്കിയുള്ളവരുടെ പേടി, ഈ ഉള്ള പേടിനേക്കാളും വലിയൊരു പേടി വന്നു കഴിഞ്ഞപ്പം ഈ പേടി ഡൗൺ ആയി. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പഠിക്കാൻ നമുക്ക് പിടിതരാത്തൊരു സാധനം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഈ മനസ്സിലെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് എങ്ങനെ ചികിത്സ ചെയ്യാം എന്നുള്ളതാണ് ഹിപ്നോതെറാപ്പിന്റെ ഒരു മൊഡാലിറ്റി. അപ്പൊ ഫിസിക്കൽ ഡാമേജ് ഇല്ലാത്ത ഏത് പ്രശ്നത്തിനും ഹിപ്നോതെറാപ്പിക്ക് വഴി തുറക്കാൻ പറ്റും. ഫിസിക്കൽ ഡാമേജ് ഇൻ ദ സെൻസ്, ഒരാൾക്ക് നാക്ക് മുറിഞ്ഞു പോയി, അയാൾ സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഒരാൾക്ക് സ്റ്റാമർ ഉണ്ട്, ആ സ്റ്റാമറിന്റെ റൂട്ട് കോസ് ഒരു പേടിയാണ്, ആ പേടി ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ അയാൾ സംസാരിക്കുന്നു. ഒരാൾക്കൊരു ആങ്സൈറ്റി ഉണ്ട്, അത് എന്തോ ഒരു വരാൻ പോകുന്ന പ്രശ്നത്തിനെ ആലോചിച്ചിട്ടാണ്. അതിനെ ടാക്കിൾ ചെയ്ത് മനസ്സിനെ ഓക്കെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് ആ പേടിയില്ല. അപ്പൊ ഒരാൾക്ക് ഡിപ്രഷനുണ്ട്, എന്തോ നടന്ന സംഭവം കാരണമല്ലേ, അതിനെ വെന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നില്ല. ഇതാണ് ഹിപ്നോതെറാപ്പിന്റെ പ്രൊസീജിയർ. സോ essentially it is working with the mind of a person to cure his body problems or the mind problems in the mind. Okay, so there are people who say okay, physical, പഴയ ആൾക്കാരാണ് കൂടുതലും പറയാറത്, ഫിസിക്കൽ പ്രോബ്ലംസ് അതിനെ വലുതാക്കി കണ്ടിട്ട് മെന്റൽ ഇഷ്യൂസ് ഒക്കെ അത് കുഴപ്പമില്ല, അത് മാറിക്കോളും എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഹൗ ഡു യു സ്പ്രെഡ് അവയർനെസ് ദറ്റ് ഇറ്റ് ഈസ് ഓൾസോ വാലിഡ്, മെന്റൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അത് വാലിഡ് ആണ് എന്ന്? ഹൗ ഡു യു സ്പ്രെഡ് അവയർനെസ്? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കേരളം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റ് ഉള്ളത് കേരളത്തിലാണ്. ഈ സൂയിസൈഡ് ചെയ്യുന്ന എല്ലാവർക്കും ഫിസിക്കൽ പ്രോബ്ലം അല്ല. സോ ഇറ്റ് ഇസ് പ്രൂവൻ. കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഒരു കാറ്റഗറി ഉണ്ട് ഹു സേ എന്താ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പുതിയ ഫാഷനാണ് ഡിപ്രഷൻ. സി ഐ എം നോട്ട് ടെലിംഗ് യു ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫാൾസ്, കാരണം ഒരുപാട് ആൾക്കാർ ഫേക്ക് ചെയ്യാറുണ്ട് ഡിപ്രഷൻ. പക്ഷേ isn't it valid that a lot of people are going through that mental condition? ഈ അവയർനെസ് സ്പ്രെഡ് ചെയ്യണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ
6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ലവ് എന്താണെന്ന് അറിയില്ല, ബ്രേക്കപ്പ് ആയിട്ട് കൈമുറിച്ചിട്ട് വന്നിട്ടുള്ള കേസസ് ഉണ്ട്. ഈ രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ നോക്കുമ്പോൾ അമ്മമാര് പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് പഠിക്കാൻ താല്പര്യം പോയ കുട്ടികളുണ്ട്. സോ ദർ ക്യാൻ ബി എ ലോട്ട് ഓഫ് ഇഷ്യൂസ് വിച്ച് മെന്റലി എഫക്ട്സ് എ പേഴ്സൺ. അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കുറച്ചൊരു സമയം കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ആ സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പോ ഒരു നല്ല ബുദ്ധിയുള്ള ഒരാളെ 10 പ്രാവശ്യം തലയിൽ തട്ടി പൊട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടനാവും. ബിക്കോസ് മാനസികമായിട്ട് അയാൾ പൊട്ടനാണെന്ന് വിശ്വസിക്കും നമ്മൾ, കണ്ടീഷനിങ്. അപ്പോ പണ്ട് ഈ പാവ്ലോവിന്റെ എക്സ്പീരിമെന്റ്സിൽ പറയുന്നത് പോലെ ഒരു ബെല്ലടിച്ചിട്ട് ആഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ പട്ടിയുടെ വായിൽ വെള്ളം വരുന്ന പോലെ കുട്ടിയുടെ തലയിൽ തട്ടിയിട്ട് പൊട്ടനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നടക്കും. So there are a lot of issues which we need to understand that it needs to be addressed. പണ്ട് കാലത്ത് അൽസൈമേഴ്സ് വന്നിട്ട് ഒരു ആള് കൊച്ചുകുട്ടികളെ പോലെ കാണിക്കുമ്പോൾ അയാൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. അയാൾ വെറുതെ കുട്ടികളെ പോലെ ആയി കാണിക്കുകയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അയാൾക്ക് എന്താണ് അസുഖം എന്ന് അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. അതിന് മാറിയിട്ട് ടുഡേ വി കൻ സേ സ്കിസോഫ്രീനിയ എന്ന് വെച്ചാൽ ബാധയാണ്. പണ്ട് ബാധ എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയ ആണ്. ഓർമ്മക്കുറവ് കാരണം കൊച്ചുകുട്ടികളെ പോലെ കാണിക്കുന്നത് അല്ലെങ്കിൽ കൊഞ്ചുന്നതൊക്കെ മേ ബി അൽസൈമേഴ്സ് ആണ്. അല്ലെങ്കിൽ ഇപ്പോ പഠിക്കാൻ പറ്റാത്തത് ഇറ്റ് കുഡ് ബി എ ഡിസ്ലെക്സിക് കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറവിൽ ഡിമെൻഷ്യ ആവാം, അല്ലെങ്കിൽ ഒരാൾക്ക് വയറ്റുവേദന വരുന്നത് ആങ്സൈറ്റി കാരണമാവാം. കാരണം നമ്മൾ പണ്ടും പറയാറുണ്ട് വയറ്റിൽ ബട്ടർഫ്ലൈ എന്ന് പറയാറുണ്ട്, എലി ഓടുന്നു എന്ന് പറയാറുണ്ട്, ഇതെല്ലാം പറയാറുണ്ട്. ഇതെല്ലാം മാനസികമാണ്, റിയൽ അല്ല. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആ അണ്ടർസ്റ്റാൻഡിംഗ് വിൽ ഹെൽപ്പ്. I think movies have also helped a lot. Like ഇപ്പം dyslexia പറ്റി പറയുമ്പോൾ താരെ സമീൻ per is a good movie that has helped us understand the condition better. Maybe Manchester Tare is a good movie. Schizophrenia. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു അമ്മ അവരുടെ മകന് ഡിസ്ലെക്സിയ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they revolt first. ബഹളം വെക്കുകയും സാധനങ്ങൾ എടുത്തെറിയുകയും ചിലപ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് തല്ലിയൊക്കെ ചെയ്ത കേസസ് ഉണ്ടാവാം. പക്ഷെ ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ജീവിതം നന്നാവും. എല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലെക്സിയ ഉള്ളൊരു കുട്ടി പഠിക്കാൻ പറ്റാതെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ വഴക്കും ബഹളവും മടിയും ആ കുട്ടി അനുഭവിക്കാൻ പോകുന്ന ട്രോമ ഈ രോഗം കാരണമുള്ള കണ്ടീഷനേക്കാളും എത്രയോ വലുതാണ്. ഒരു പ്രായത്തിൽ ഒരു കുട്ടി എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ പ്രാന്താണ് എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഇറ്റ്സ് എ വെരി നോർമൽ തിങ്. It's a green flag that a lot of people are going for therapy. They're taking care of themselves and people around them. Sign ആണത്. ഇപ്പോ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ഇത്രയും കാലം നമ്മൾ അധികം സംസാരിക്കാത്ത ഒരു കേസാണ്. പക്ഷെ സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ കൊന്ന ഒരു കേസ് വന്നു കഴിഞ്ഞപ്പം പോസ്റ്റ്മോർട്ടം സിൻഡ്രോം എന്താണെന്ന് ആൾക്കാർ ചോദിച്ചു തുടങ്ങി. ഈ ഭ്രമരം സിനിമ വന്നു കഴിഞ്ഞപ്പം ഈ ചെവിയിൽ വണ്ടിന്റെ ശബ്ദം കേൾക്കുന്നത് പല മെന്റലി സിക്ക് ആയിട്ടുള്ള ആൾക്കാർക്കും ഡിപ്രഷനുള്ള ആൾക്കാർക്കും അത് കേൾക്കാറുള്ളതാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും പുറത്തു വരുന്നത് അത് സമൂഹത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതായിരിക്കാം എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടുകയാണ്. ഇറ്റ്സ് നൈസ്. പക്ഷെ അതിന് മുതലെടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അതെ, എല്ലാ കാറ്റഗറിയും ഉണ്ടല്ലോ. നൈസ്. സോ നൗ ഐ തിങ്ക് ടു മേക്ക് ഇറ്റ് മോർ ലൈറ്റർ, let's come to your personal life a little bit, with your permission. Oh, no problem. Yes, let's talk about Divya. Yes, ബ്യൂട്ടിഫുൾ പാർട്ട്ണർ ഓഫ് യോഴ്സ്. നമ്മൾ ഒരുപാട് ഐ തിങ്ക് ഒരുപാട് ആൾക്കാർ ഇപ്പം ഒരു ഇടയ്ക്ക് സ്ഥിരമായിട്ട് അവരുടെ ഫീൽഡിൽ വന്നുകൊണ്ടിരുന്ന കോണ്ടന്റ് ആണ് നിങ്ങളുടെ മാരേജ് എന്നുള്ളത്. വി ഓബിയസ്ലി ലവ്ഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് സോ ക്യൂട്ട് ടു സീ ദ ബോണ്ട് യു ഹാവ്. നിങ്ങളുടെ ഹൈറ്റ് ഡിഫറൻസ്, എവറിത്തിങ് ഇസ് റിയലി ക്യൂട്ട്. So what do you have to say about her as a partner, the life you have with her right now? നിങ്ങളുടെ how did you guys meet, your love story and all of it? There was love story ഒന്നുമല്ല. പത്രമാറ്റ സീരിയലിൽ 19-ാം തീയതി ഒരു ഷോട്ട് അഭിനയിക്കാൻ വന്നു. 3 ദിവസം ഉണ്ടായിരുന്നു. അനിയത്തി പോയി. അത് കഴിഞ്ഞ് ആ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഷീ വെന്റ് ഹോം. ആ മന്ത് എൻഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ, കാരണം ഒരു ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു, കൈയുള്ള വേദനയ്ക്ക് മാറ്റി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് സംസാരിച്ച സമയത്ത് അനിയത്തിയുടെ അടുത്ത് സംസാരിച്ചു, എൻ്റെ അടുത്ത് സംസാരിച്ചു. എനിക്ക് തീർത്ഥയാത്രയ്ക്ക് പോകാനൊക്കെ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഡ്രൈവറായിട്ട് വരാം. അപ്പോൾ അനിയത്തിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഡ്രൈവറായിട്ട് വേണ്ട എന്നുള്ള ആ ഒരു ഡിസിഷൻ ഞങ്ങൾ തമ്മിൽ വന്നു. അങ്ങനെ ഒരു ലൈഫ് പാർട്ട്നേഴ്സ് ആവാനുള്ള തീരുമാനം. രണ്ടുപേരും പ്രോപ്പറായിട്ട് ആസ് യൂഷ്വൽ കുടുംബങ്ങളിൽ ചെയ്യുന്ന പോലെ ജാതകമൊക്കെ നോക്കി ചേർന്നു. വീട്ടിൽ അച്ഛനമ്മയും കൊണ്ട് കാണിച്ചു, ഇതാണ് ദിവ്യ എന്ന് പറഞ്ഞ് ഇതാക്കി. പിന്നെ കുഞ്ഞുമോള് വന്നു കഴിഞ്ഞു. ഞങ്ങൾ മക്കളുമായിട്ടുള്ള ഇന്ററാക്ഷൻ എല്ലാം കല്യാണത്തിന്റെ ആ സമയം വരെയുള്ള ഇന്ററാക്ഷനിൽ ഞങ്ങൾക്ക് വി ഗോട്ട് ടു നോ ഈച്ച് അതർ. കല്യാണം
ചടങ്ങനുസരിച്ച് നടത്തണം എന്നൊരു ആഗ്രഹം, 4 പേരധികം കല്യാണം കഴിക്കണം എന്ന് കുഞ്ഞുമോളുടെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. ആൻഡ് വി ആർ ഹാപ്പി. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരും മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞുമോൾക്ക് കോട്ടയത്ത് ഷൂട്ട് ഉണ്ടാവും, എനിക്ക് എറണാകുളത്ത് വർക്ക് ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോകുന്നുണ്ടാവും, ചിലപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ട് കുഞ്ഞുമോൾക്ക് വേറെ ഫംഗ്ഷന് പോകാനുണ്ടാവും. ആ ഓട്ടം, ആ തിരക്ക് നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വി ഫൈൻഡ് മൊമെന്റ്സ് ടു ലിവ് അവർ ലൈഫ് ടു. Lovely. I think we can see that also. ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും only we get to see bits and pieces. പക്ഷേ it shows the chemistry you guys have. അല്ലെങ്കിൽ നമുക്കറിയാം some people are made for each other. So and also do you think it's a personal question that I want to ask. എപ്പോഴും ആൾക്കാർ പറയും റിലേഷൻഷിപ്പ് ഷുഡ് ബി 50-50 എന്ന് പറയും. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ചില ദിവസം ഇറ്റ് ഷുഡ് ബി 100-0, 60-40. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഇറ്റ്സ് ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിറ്റി ആണ് അതിൽ ഏറ്റവും വലിയ ഭംഗി. കുഞ്ഞുമോക്ക് വയ്യാത്തൊരു ദിവസം കുഞ്ഞുമോളെ നീ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും അത് ഒരുമിച്ചിരുന്ന് കഴിക്കുകയും, അല്ലെങ്കിൽ ഏട്ടൻ എന്താ വേണ്ടേ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കുഞ്ഞുമോൾ വണ്ടി എടുത്ത് വരികയും, എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പുറത്തുപോയി കഴിക്കാമെന്ന് പറയുന്നതും ആഹാരത്തിന്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലായാലും ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ളത്തോളം കാലം ബന്ധത്തിന് ഏറ്റവും ഭംഗിയുണ്ടാവും. ഒരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് പെർഫ്യൂമറി. പെർഫ്യൂമിൽ 3 നോട്ട്സ് ഉണ്ട്. അപ്പൊ ടോപ്പ് നോട്ട്സും മിഡ് നോട്ട്സും ബേസ് നോട്ട്സും ഉണ്ട്. അപ്പൊ ഈ 3 നോട്ട്സ് പോലെയാണ് ലൈഫ്. ആദ്യത്തെ 1-2 വർഷം ടോപ്പ് നോട്ട്സ് പോലെയാണ്, ഫ്രഷ് ആയിരിക്കും, സിട്രസ് ആയിരിക്കും, ചാട്ടവും തുള്ളലും എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞൊരു 6 വർഷം 7 വർഷമൊക്കെ കഴിയുമ്പോൾ യു ഗെറ്റ് ദ മിഡ് നോട്ട്സ്. അതായത് ലൈഫിന്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി, നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാമായി നമുക്ക് ഒരു സ്റ്റേജിലെത്തി. അത് ആ ഒരു ടൈം. ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബേസ് നോട്ട്സ്. 10-20 വർഷം കഴിയുമ്പോൾ ബേസ് നോട്ട്സ് കാണാൻ പറ്റും. ഈ ബേസ് നോട്ട്സ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കോസ്റ്റ്ലി പെർഫ്യൂം പോലെ അത്ര സുഗന്ധമായിരിക്കും ആ ബന്ധത്തിൽ, അത്രയും ലാസ്റ്റ് ചെയ്യും. അപ്പൊ ആ 20 വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഊതിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ ആ ഒരു ബേസ് നോട്ടിന്റെ സ്മെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കണം ജീവിതം. ഈ ടോപ്പ് നോട്ട്സ് മാത്രം കണ്ടിട്ട് 1 വർഷത്തിലോ 2 വർഷത്തിലോ, ഇപ്പൊ ഞങ്ങള് ഡിവോഴ്സ് ആയിരുന്ന പോലെ ആൾക്കാരും യൂട്യൂബിൽ കഥ അടിച്ചിറക്കുന്നുണ്ട്. സലീം കുമാറൊക്കെ എത്ര വർഷം കൊന്നു പാവം. അപ്പൊ യൂട്യൂബിൽ ആർക്കും എന്തും പറയാം. വി ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഞങ്ങളുടെ ഫ്രഷ് നോട്ട്സിലുള്ള തമാശയായിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കാണുന്നത്. ഓക്കെ, കുഞ്ഞുമോക്ക് ചില സമയത്ത് വിഷമം ഉണ്ടാവാം, എനിക്ക് ഞാനത് കെയർ ചെയ്തില്ല, ചില സമയത്ത് എനിക്ക് കെയർ ചെയ്യാം. അപ്പൊ കുഞ്ഞുമോള് പറയും വിട് എന്ന് പറയും. ആ ഫ്രഷ് നോട്ട്സ് അങ്ങനെ പോകുന്നു. പക്ഷെ ഞങ്ങൾ വളരെ ലേറ്റ് ആയിട്ട് കല്യാണം കഴിച്ചത് കാരണം ഞങ്ങളുടെ മിഡ് നോട്ട്സും ഒരുമിച്ചാണ് വരുന്നത്. കാരണം മക്കള് വലുതായി, അവർക്ക് കോളേജ്, അവരുടെ ആവശ്യങ്ങൾ, അപ്പൊ നോട്ട്ബുക്ക് വേണം, എനിക്കിത് വേണം, അത് വേണം. അപ്പൊ ആ മിഡ് നോട്ട്സും ഫ്രഷ് നോട്ട്സും ഒരുമിച്ച് എൻജോയ് ചെയ്യാണ് ഞങ്ങൾ. ഞങ്ങളുടെ പെർഫ്യൂം ഡിഫറെന്റ് ആണ്. യൂഷ്വലായിട്ട് ആൾക്കാർ കാണുന്ന പെർഫ്യൂം അല്ല. ഞങ്ങളുടെ ടോപ്പ് നോട്ട്സും മിഡ് നോട്ട്സും ഒരുമിച്ചാണ്. ഒരു 5-6 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ, കാരണം ഞങ്ങൾ അത്രയും, ഇപ്പൊ ഞാൻ 50 ആണ്, കുഞ്ഞുമോള് 40 ആണ്, 9 വയസ്സ് 41 അല്ലെങ്കിൽ 50-41 എന്നുള്ള ആ റേഞ്ചാണ്. അപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ബേസ് നോട്ട്സ് എത്തും. ഈ പെർഫ്യൂം വളരെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. 20 വർഷം കൊണ്ട് വരേണ്ട ബേസ് നോട്ട്സ് ഞങ്ങൾക്ക് 10 വർഷത്തിൽ തന്നെ വരും. കാരണം ഒരു 10 വർഷം കഴിയുമ്പോൾ എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, എൻ്റെ മോൻ വലിയ കുട്ടിയായിട്ടുണ്ടാവും, അവന് ഡിഗ്രിക്ക് പോകാനുള്ള സമയമാവും. Things will be different. Yes, absolutely. അന്ന് വാർദ്ധക്യം എന്ന് പറയുന്ന ആ ഒരു ഫേസിലേക്ക് ഇപ്പൊ തന്നെ ആൾക്കാരെ മുത്തശ്ശാന്ന് വിളിക്കും. പക്ഷെ 10 വർഷം കഴിയുമ്പോൾ യെസ് എനിക്കും വാർദ്ധക്യം ഉണ്ടാവും. ആ ഒരു സമയം വരുമ്പോൾ ഞങ്ങൾ ബേസ് നോട്ട്സ് നേരത്തെ തന്നെ അറിഞ്ഞു തുടങ്ങും. സോ ആ പെർഫ്യൂം ഇസ് ഡിഫറെന്റ് ആൻഡ് ഐ എൻജോയ് ബീയിങ് എ ഡിഫറെന്റ് പെർഫ്യൂം. Nice. I think everybody must have understood you are a frag head, you love perfumes by now. How beautifully you connected both your life and perfumes together. അതിലിപ്പോ നമുക്ക് ഏത് കാര്യമാണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ True. Yes. ഇപ്പൊ എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ട് എന്തായാലും. They're probably thinking about their fresh, top notes and base notes and all that. Touch wood അങ്ങനെ തന്നെ ഇരിക്കട്ടെ. I hope the base note is even more, fragrant and beautiful than all the other notes. Because ആ ബേസ് നോട്ടിലാവുമ്പോൾ ഞങ്ങളുടെ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ണൂർ ഞങ്ങൾക്ക് പോയി താമസിക്കാനുള്ള സമയം കിട്ടും. ഞാൻ എൻ്റെ ഈ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് വാർദ്ധക്യം എൻജോയ് ചെയ്യാനുള്ള സമയം കിട്ടും. ആയിരിക്കണം. ഇറ്റ് മേ ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ എൻജോയ് ചെയ്യാം. A lot of things to look forward. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആൻസറും കൂടെ ഉണ്ട്. Every day is a turning point. Yes, true. So I am not predicting കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. ഞാൻ അധികാരം പറയുന്നില്ല, ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നില്ല.
പക്ഷെ അങ്ങനെ ആയാൽ നല്ലതാണ്. അതെ. ആ ബേസ് നോട്ട്സ് നമുക്ക് എൻജോയ് ചെയ്യാം. യെസ്, ഒരു സർപ്രൈസ് എലമെന്റ് നിൽക്കട്ടെ അവിടെ അല്ലേ? യെസ്. നൗ ടോക്കിംഗ് അബൌട്ട് സോഷ്യൽ മീഡിയ, വിച്ച് ഇസ് എ വെരി ഹോട്ട് ടോപ്പിക് ഇപ്പം. ഉപ്സ്. സോഷ്യൽ മീഡിയ. ട്രൂ. സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ ജനറേഷൻ ഇസ് ഓൾസോ കോൾഡ് എ സോഷ്യൽ മീഡിയ ജനറേഷൻ അല്ലേ? അങ്ങനെ ഒരു ജനറേഷനോട്, I know you're not old or anything, you're young at heart and you're young. എന്നാലും from the experience you've had in life, എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത് to the younger generation who are mostly called the social media generation? You don't need to believe it. കാരണം എല്ലാം സത്യമാവണം എന്നില്ല. ഇല്ല. കണ്ണൂർ ഞാൻ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അവിടെ ബോംബ് പൊട്ടി എന്ന് പറഞ്ഞ് അമ്മേനെ ഫോൺ ചെയ്തപ്പം കണ്ണൂരിൽ ഒരു പ്രശ്നമില്ല. ബീങ് റെസ്പോൺസിബിൾ ഇസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഷുഡ് ഐ ഡു നൗ. 1 മണിക്കൂർ റീൽസ് കാണണോ, കണ്ടോളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോ എന്ന് നോക്കും. 50 വയസ്സായ ഒരാള് ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മക്കളെ വളർത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള കോളേജിൽ ഫീസ് അടച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരാൾ 5 മണിക്കൂർ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയില്ലേ? അപ്പൊ ഇത് സൈഡ് ചെയ്തെടുക്കുന്നതല്ല, റെസ്പോൺസിബിലിറ്റി പാർട്ടാണ്. Did he do his part? Yes. After that he is sitting and scrolling. I have the right, you don't. അപ്പൊ റൈറ്റും ലെഫ്റ്റും എല്ലാം ഞാൻ പറയുന്നു. പക്ഷെ അവിടെ ഞാൻ പറയുന്നു, ഈ എൽഡർലി ആയിട്ടുള്ള ഒരാൾക്ക് ആ സമയത്ത് വേണമെങ്കിൽ കഥ എഴുതണ്ടെന്നാരും പറയുന്നില്ല. പക്ഷെ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. പണ്ട് കൊഠാരി കമ്മീഷൻ ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരാളുടെ അറ്റൻഷൻ സ്പാൻ 40 മിനിറ്റോളം ഉണ്ട് എന്ന് പഠിച്ച് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്കൂളിൽ 40 മിനിറ്റിന്റെ പീരീഡ് ഉണ്ടായത്. അപ്പൊ ഈ പീരീഡ് ഉണ്ടായതെന്ന് മാറിയിട്ട് ഇന്ന് റീൽസിലെ 2 മിനിറ്റ് ആണ് ഒരാളുടെ അറ്റൻഷൻ സ്പാൻ. ഈ 2 മിനിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് അറ്റൻഷൻ ഇല്ല. Will he be able to learn? അപ്പോൾ സ്ലോലി കില്ലിങ് എ ജനറേഷൻ എന്ന് അവരറിയാതെ അവരവരുടെ ലൈഫിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പ്രായമായവർ പറയുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ they might be able to come out of it. ആ റെസ്പോൺസിബിലിറ്റി വരണം എന്നേ പറയുന്നു. ഇപ്പോൾ 13 വയസ്സിൽ പ്രോഡിജി ആയിട്ട് ഡോക്ടർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. 20 വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായവരുണ്ട്. 60 വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായ ഓരോ ആൾക്കാരുടെയും അവരുടെ ടൈം ഫ്രെയിം ഉണ്ട്. ഇറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം. പക്ഷെ ഈ ടൈം ഫ്രെയിമിനകത്ത് അവരെല്ലാവരും അവർ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു ആർ ഡിസ്ലെക്സിക് ഓർ യു ഹാവ് എ പ്രോബ്ലം ദാറ്റ് യു കനോട്ട് ലേൺ. പക്ഷെ ആ സമയവും ഞാൻ ഈ നമ്മളെ ഹുക്ക് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസും കണ്ട്, ഇപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും 50 റിപ്പബ്ലിക് ആയെന്നും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് നമുക്ക് 1917 ചമ്പാരനിൽ എന്താ നടന്നതെന്നുള്ള ആ ഒരു കാര്യം, ഗാന്ധി വന്ന കാര്യമൊക്കെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു എന്നിരിക്കട്ടെ. ഞാൻ പറയുന്നത് സുരേഷ് ഗോപി ഇലക്ഷൻ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ രേണുസുതി എന്ത് ചെയ്തു, അല്ലെങ്കിൽ ക്രിസ് വേണുഗോപാലിന്റെ ഡിവോഴ്സ് ആയോ എന്നറിഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഇതെല്ലാം കണ്ടോളൂ, തമാശയായിട്ട് കാണൂ, അത് കഴിഞ്ഞ് സ്ക്രോൾ ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് യു കം ബാക്ക്, ഒരു 10 മിനിറ്റ് നിങ്ങൾ റീൽസ് നോക്കൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ചെയ്യേണ്ട ഡ്യൂട്ടിയോ എഴുതേണ്ട കാര്യങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് പിന്നെയും ഒരു ആ ബാലൻസ് വന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഈ കുറ്റം പറയുന്ന അവരോട് മക്കൾക്ക് പറയാൻ പറ്റണം ദാറ്റ് ഐ ആം ഡൂയിങ് മൈ എൻ്റെ ഹോംവർക്ക് എല്ലാം കഴിഞ്ഞു, ഞാനിപ്പോൾ കുറച്ച് നേരം നോക്കാൻ പോവാണ്, അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള റൈറ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ഞാൻ കാണും എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാർക്ക് തന്നെ തോന്നില്ലേ, കൊള്ളാം എൻ്റെ. സോ ഇൻ ബിറ്റ്വീൻ ബ്രേക്സിന് കണ്ടോളൂ, ഞാൻ പറയുന്നത്. പക്ഷെ ഈ 20 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ ഈ സ്ക്രീനിനെ കണ്ട് കണ്ണടയ്ക്കാതെ കണ്ണിനൊക്കെ പ്രശ്നം വന്ന് വിഷൻ പ്രോബ്ലമായി ഈ ഗെയിംസ് എല്ലാം കളിച്ചുള്ള ചീത്ത മുഴുവൻ പഠിച്ച് വീട്ടുകാരെയൊക്കെ ചീത്ത വിളിച്ച് വേർ ആർ വി ഹെഡിങ് ടു? അല്ലെങ്കിൽ ഒരു ബ്ലൂ വെയിൽ ഗെയിം കളിച്ച് സൂയിസൈഡ് ചെയ്ത കേസസ് നമ്മൾ കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? വൈ ഡിഡ് ദാറ്റ് ഹാപ്പൻ? ഒരു ഇൻസൈറ്റ്ഫുൾ സെഷൻ ആയിരുന്നു. റിയലി ഹോപ്പ് ദാറ്റ് യു ഗെറ്റ് ടു ഷെയർ യുവർ വിസ്ഡം വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട് യു. ഒരുപാട് വിസ്ഡം എടുക്കാനും പറ്റട്ടെ. Keep growing and keep inspiring all of us. Thank you so much for spending your time with us. And I'm sure audience will be grateful to Dream J Capture Creations as well. Ingane oru opportunity orikki thannathil I myself am very grateful to the channel. All right, so thank you so much sir once again. Thank you very much.